ഹലോ. മേ ഐ കം ഇൻ? യെസ്, കം ഇൻ. ഡെപ്യൂട്ടി ജനറൽ മാനേജർ സുജിത്. കൺഗ്രാറ്റുലേഷൻസ്. എടോ, താൻ എവിടെയായിരുന്നു? ഈ ഓഫീസിലെ ബാക്കി എല്ലാവരും കൂടെ വന്നു, അറിയോ? സൈറ്റിൽ കുറച്ച് പണി അത്യാവശ്യം തീർക്കാനുണ്ടായിരുന്നു. അതിന്റെ പുറകിലേക്ക് പോയി. സൈറ്റിലായിരുന്നോ? പിള്ളേരാരോ പറഞ്ഞു താൻ ടോയ്ലറ്റിലുണ്ടായിരുന്നു, വിളിച്ചിട്ട് പുറത്തിറങ്ങിയില്ല. ആരാണാ പറഞ്ഞത്? അതാരെങ്കിലും ആവട്ടെ, അത് വരും. താനൊരു സ്വീറ്റ് എടുത്തേ. അതവിടെ നിൽക്കട്ടെ. കഴിവ് എക്സ്പീരിയൻസ് ഒക്കെ വെച്ച് ഞാൻ ഇരിക്കേണ്ട കത്തിരേണ്ടത്. ഇപ്പോഴത്തെ കമ്പനികൾ കഴിയുന്ന സീനിയോറിറ്റി ഒന്നും അല്ല ആളെടുക്കുമ്പോൾ നോക്കണത്. അത് ശരി. നീ അവിടെ ഇരിക്കണത് ഞാൻ ഹാപ്പിയാണ് കേട്ടാ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എപ്പോഴത്തെ ആർക്ക് അസൈൻ ചെയ്യണമെന്നോ വിളിക്കണമെന്നോ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒന്ന് വിളിച്ചാൽ മതി. ഞാനുണ്ട് ഇവിടെ. അത് പിന്നെ എനിക്കറിയില്ലേ. നീ അവിടെ ഇരിക്കണത് ഞാൻ ഹാപ്പിയാണ് കേട്ടാ. നമുക്ക് ഈ മേശയമേന്നൊന്നും എഴുതിട്ടില്ലേ, ആ കസേരയിലിരുന്നൊന്ന് സംസാരിച്ചു വയ്ക്കാലോ. അതാണ് കംഫർട്ടേ. എന്റെ മേശയ്ക്ക് ഉറപ്പില്ലല്ലേ? ഇനി എന്റെ കിഷോറിന് ഭയങ്കര സന്തോഷമാണെന്ന്. തനി കസേരയിലിരിക്കുമ്പോഴത്തേക്ക് നമ്മുടെ കമ്പനിയുടെ നല്ല പ്രൊജക്റ്റ് ഒക്കെ ഡയറക്റ്റ്ലി എനിക്ക് അസൈൻ ചെയ്ത് തരില്ല. അങ്ങനെ ഞാൻ വിചാരിച്ചിരിക്കുമ്പോഴാണ് കഴിഞ്ഞ ആഴ്ച എനിക്ക് വന്നൊരു പ്രൊജക്റ്റ് താൻ ശ്യാമിന് നമ്മുടെ പുതിയ ടീമിന് അസൈൻ ചെയ്ത് കൊടുക്കുന്നത്. എനിക്ക് തനിക്ക് തെറ്റുപറ്റിയായിരിക്കുള്ളൂ, കുഴപ്പമില്ല. അതൊന്ന് എനിക്ക് മാറ്റി അസൈൻ ചെയ്ത് തന്നാൽ മതി കേട്ടാ. ഞാൻ ക്ഷമിച്ചത്. അല്ല കിഷോറെ, അത് എനിക്ക് തെറ്റ് പറ്റിയതല്ല, ഞാൻ മനഃപൂർവ്വം കൊടുത്തു തന്നെയാണ്. ഇലക്ട്രിക് എക്സ്പീരിയൻസ് ആയിട്ട് ഞാനിവിടെ ഇരിക്കുമ്പോഴത്തേക്ക് എങ്ങനെയാണ് താനൊരു പുതിയ ടീമിന് അത് കൊടുക്കുന്നത്? ആ പുതിയ പയ്യനാകുമ്പോഴേ അവൻ വൃത്തിയായിട്ട് പണിയെടുക്കുന്നുണ്ട്. നമ്മളിപ്പോൾ 6 മാസമായിട്ട് പ്രൊജക്റ്റ് കൊണ്ട് നടക്കാണല്ലോ, അതാദ്യം തീർക്കും. ഇതാകുമ്പോൾ കുഴപ്പമില്ലാണ്ട് അങ്ങ് പൊക്കോളും. അപ്പൊ പദവി കയറി കാര്യങ്ങളൊക്കെ തീരുമാനിച്ച് കഴിഞ്ഞ് അല്ലേ? നമ്മളോടൊക്കെ ഉടക്കിയിട്ട് കസേരയിൽ ഞങ്ങൾ ഇരിക്കാൻ പറ്റും തോന്നണ്ട സുഹൃത്തെ. ഫൗണ്ടേഷൻ ഉണ്ടെങ്കിലേ കെട്ടിടം പണിയാൻ പറ്റൂ.